ദില്ലിയിൽ സമരക്കാർക്ക് എതിരായ വിവാദ പരാമർശത്തിൽ ടി.ജി. മോഹൻദാസിനെ തള്ളി RSS. അങ്ങനെയൊക്കെ വഴിയില്ല. ടി.ജി. മോഹൻദാസ് പറഞ്ഞത് സംഘടനയുടെ നിലപാടല്ല. അതിനിടെ മോഹൻദാസിനെതിരെ പോലീസിൽ കൂടുതൽ പരാതികളെത്തി. സൈബർ സെൽ IG P. പ്രകാശ് ഇന്നലെ ആഭ്യന്തരമന്ത്രി അന്വേഷണ ചുമതല നൽകിയിരുന്നു. ആവശ്യപ്പെടും, പിന്നെ വെടിവെക്കും. കമലേഷ് വിശദാംശങ്ങളുമായി നമുക്കിപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. കമലേഷ്, ഗുഡ് മോർണിംഗ്. BJP-യുടെ മുൻ ഇന്റലക്ച്വൽ സെൽ അധ്യക്ഷനാണ്. സംഘപരിവാർ സംഘങ്ങൾക്ക് വേണ്ടി RSSന്റെ ആശയം മുറുകെ പിടിച്ച് പലപ്പോഴും പരസ്യമായി പ്രതികരിക്കുന്ന ആളാണ്. പക്ഷെ അങ്ങേയറ്റം ഹീനമായ രണ്ട് പരാമർശങ്ങളാണ് ടി.ജി. മോഹൻദാസ് നടത്തിയത്. താനായിരുന്നു ചുമതല ഉണ്ടായിരുന്നെങ്കിൽ കർഫ്യൂ പ്രഖ്യാപിക്കും, 3 തവണ വാണിംഗ് കൊടുക്കും, അതിനുശേഷം വെടിവെച്ചിടുമായിരുന്നു. അവിടെ കൂട്ടബലാത്സംഗം നടക്കുമായിരുന്നു. പക്ഷെ കൂട്ടബലാത്സംഗം നടന്നാലും പരാതി ഉണ്ടാവില്ല. അത് ആസ്വദിക്കുന്ന ഒരു വിഭാഗമാണ് അവിടെ സമരം ചെയ്യുന്ന അവിടുത്തെ സ്ത്രീകൾക്കെതിരെയും. ഈ രണ്ട് പരാമർശത്തിനെതിരെയും പരാതി വന്നു. കേസിൽ അന്വേഷിക്കാൻ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. ഇതിൽ RSS വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്താണ്? Don't repeat it, bloody fool. Don't worry. PG അങ്ങേയറ്റം ഹീനമായ അധിക്ഷേപ പരാമർശം നടത്തിയ ടി.ജി. മോഹൻദാസ് അതിലിപ്പോൾ RSSും BJPയും തന്നെ വെട്ടിലായിരുന്നു. വ്യാപകമായ പ്രതിഷേധം ഉയർന്നു. ഇതിനിടയിലാണ് RSS ഇപ്പോൾ ടി.ജി. മോഹൻദാസിനെ കൈവിടുന്നത്. മോഹൻദാസ് നടത്തിയ പരാമർശത്തിന് സംഘടനയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളതാണ് ദക്ഷിൺ കേരള പ്രാന്ത സഹകാരി RSSന്റെ KB ശ്രീകുമാർ ഒരു വാർത്താക്കുറിപ്പായി ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നല്ലോ. പക്ഷെ അതൊന്നും അല്ല തന്റെ ഉദ്ദേശം. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കുരുത്തു. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇര കുരുക്കരുത്. വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല, കൊളുത്തിയ ചൂണ്ടൽ ഒടുകയും ചെയ്യും. കളിക്കുന്നെങ്കിൽ ആണുങ്ങളെപ്പോലെ കളിക്കും. ഇറങ്ങി വാ, നമുക്കൊരു കൈ നോക്കാം. അല്ലാതെ തേർഡ് റേറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ മാതിരി അന്തിമയങ്ങുമ്പോ കടത്തിനെ കിടന്നിട്ട് വേണ്ട. മോഹൻദാസിനെ ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനത്തിന് സംഘടന ചുമതലപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായങ്ങൾ ശക്തമായി ഏതറ്റത്തിലും അപലപിക്കേണ്ടതാണ്. അതിനോട് യോജിപ്പില്ല എന്നുള്ള കാര്യം പരസ്യമായി RSS വ്യക്തമാക്കുന്നത്. ഒരു സുഖം നമുക്ക് ആരെയും കളിപ്പിക്കാൻ വേണ്ടല്ല. എന്തോ ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. പരാമർശം അങ്ങേയറ്റം ആ സംഘടനയെ പോലും വലിയ രീതിയിൽ പ്രതികൂട്ടിലാക്കിയ പശ്ചാത്തലത്തിലാണ് അങ്ങനെ RSS മോഹൻദാസിനെ തള്ളിപ്പറയുകയാണ്. ഇവിടെ തീരുന്നില്ല കാര്യങ്ങൾ. പോലീസിൽ ഇപ്പോൾ ഇന്നലെ AYF നേതാവ് ജിസ്മോന്റെ പരാതി അന്വേഷിക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചത്. ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയത്. KSU, യൂത്ത് കോൺഗ്രസ്, DYFI, SFI പോലുള്ള സംഘടനയുടെ പല നേതാക്കളും ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി ഒരുപാട് പരാതികൾ മോഹൻദാസിനെതിരെ നൽകിയിട്ടുണ്ട്. നിനക്കിത് കേസാക്കിയിട്ട് എന്താണ് ഗുണം? ഒരു രസം. പണി വരുന്നുണ്ടവറാച്ച. എന്തായാലും ഇപ്പോൾ അതിവേഗം തന്നെ ഇക്കാര്യത്തിൽ ഒരു കേസൊക്കെ എടുത്തുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് പോകാൻ സാധ്യത. മോഹൻദാസിനോടും ഹാജരാകാൻ നോട്ടീസ് നൽകാനാണ് സാധ്യത. വലിയ രീതിയിലുള്ള വിമർശനം ഇക്കാര്യത്തിൽ ഉണ്ടായി. എന്തുകൊണ്ട് സർക്കാർ അനങ്ങുന്നില്ല എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും എതിരെ വരെ വിമർശനങ്ങൾക്ക് ഉയർത്തിരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു തരത്തിൽ അന്വേഷണം നടക്കുന്നു. രണ്ടാമത് RSS മോഹൻദാസിനെ തള്ളിപ്പറയുന്നു. PG ഒരു കയ്യബദ്ധം നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ശരി കമലേഷ്, എന്തായാലും വളരെ ഗൗരവത്തിലുള്ള അന്വേഷണം അക്കാര്യത്തിൽ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടി.ജി. മോഹൻദാസ് അതിനുശേഷം വിശദീകരിച്ചായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന സറ്റേറിക്കലായി പറഞ്ഞതാണ്, ഹൈപ്പോതറ്റിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞതാണ്. അതിനെവിടുന്നാണോ ബുദ്ധി? തലയ്ക്കകത്ത് വെറും മൂളക്കം മാത്രമേ ഉള്ളൂ. തന്റെ പ്രതികരണത്തിലെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് വിവാദമാക്കുന്നതാണ് എന്നൊക്കെയുള്ളതാണ്. സ്വന്തം യൂട്യൂബ് ചാനലിലാണ് ടി.ജി. മോഹൻദാസ് പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രസംഗത്തിനിടയില്ല, അദ്ദേഹം ആലോചിച്ച് ഉറപ്പിച്ച് സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇയാൾക്ക് എന്താണ് വയ്യേ? എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് പരാമർശങ്ങളും അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമാണ്, ഹീനമാണ്, അങ്ങേയറ്റം നിയമവിരുദ്ധമായ പ്രതികരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. RSSന് അതിനോട് യോജിപ്പില്ല എന്ന് RSS ഇപ്പോൾ അദ്ദേഹത്തെ പരസ്യമായി തള്ളി പറഞ്ഞിരിക്കുന്നു. പലപ്പോഴും നമുക്ക് എത്ര പ്രായമായവരാണെങ്കിൽ പോലും ഈ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത എന്നൊക്കെയുള്ളത് ഒരു മുഖംമൂടിയാക്കി വെക്കുകയും അങ്ങേയറ്റം സ്ത്രീവിരുദ്ധതയും വർഗീയതയും വിഭാഗീയതയും ഉള്ളിൽ നിറച്ച് ആർക്കെതിരെ എന്തും സൈബർ എടുത്ത് പറയാമെന്ന് പറയുന്നവർക്കൊക്കെ സംഘടനയുടെ സംരക്ഷണം ഉണ്ടാവില്ല എന്നുള്ളത് വ്യക്തമാവുകയാണ്. RSS വളരെ ശക്തമായ ഭാഷയിൽ ടി.ജി. മോഹൻദാസിനെ തള്ളി പറഞ്ഞിരിക്കുകയാണ്.